നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോക വിധാനത്തിൽ. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. പി രാമചന്ദ്രൻ രചിച്ച കാറ്റേ കടലേ എന്ന കൃതിയിൽ നിന്നെടുത്ത ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയാണ് പാഠഭാഗം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. പി രാമചന്ദ്രൻ മലയാളത്തിലെ ഉത്തരാധുനിക കവി, ബ്ലോഗർ, വെബ് മാസിക പത്രാധിപർ, അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്ത് 1962 ജനിച്ചു. ഹൈപ്പർ ടെക്സ്റ്റിന് തത്തുല്യമായി തിരമൊഴി എന്ന സംജ്ഞ സൃഷ്ടിച്ചു. കവിതാരചനയോടൊപ്പം അമേച്വർ നാടക പ്രവർത്തനവും സജീവമായി നിർവഹിക്കുന്നു. പൊന്നാനി നാടകവേദിയുടെ മുഖ്യ സംഘാടകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇവയെല്ലാമാണ്. കാണെ കാണെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കാറ്റേ കടലേ. ഈ കൃതിക്ക് പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 2ആയി മുറിച്ചത്. കവിത തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം കൂടി മനസ്സിലാക്കാം. ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു. ജൈവ നദീതീരങ്ങൾ എന്നതുകൊണ്ട് പ്രകൃതി സഹജമായ നദീതീരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മനുഷ്യരുടെ ഇടപെടലുകളാൽ കേടുപാടുകൾ സംഭവിക്കാതെ നിലനിൽക്കുന്ന നിത്യസുന്ദരമായ ജൈവ പരിസരങ്ങളുടെ പ്രതീകമാണ് ഈ ജൈവ നദീതീരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർക്കുക എന്നത് ഗ്രാമങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ സൗകര്യങ്ങളുടെയും അതിവേഗത്തിലുള്ള വികസനമാണ്. അവിടെ നാം ഇളവേൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥലങ്ങളിൽ ആത്മസംതൃപ്തിയോടെ ശാന്തിയോടെ വിശ്രമിക്കാൻ കഴിയുന്നു എന്ന് വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതം പ്രകൃതിയോടും സാങ്കേതികതയോടും ഒത്തുചേർന്ന ഒരു സുന്ദരമായ തനിമയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ മനുഷ്യർ ആശ്വാസം കണ്ടെത്തുന്നു. ഇതിൽ പ്രകൃതിയുടെയും സാങ്കേതികതയുടെയും സമന്വയത്തിൻ്റെ സുന്ദരമായ ദൃശ്യമാണ് തെളിയുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം. കണ്ണു നിറഞ്ഞു. ഞാറ്റടിപ്പച്ച, ചാറ്റൽ മഴ, ചേറിൻ ചൂര്, പോത്തുപൂട്ടും കുറുമർ, കാക്കകൾ, കൊക്കുകൾ. കവിയുണർന്നു. ഗ്രാമങ്ങളെല്ലാം അതിവേഗം നഗരങ്ങളും മെട്രോ നഗരങ്ങളുമായി തീരുന്ന ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ ഐറണിയിലൂടെ കവി ആവിഷ്കരിക്കുന്നു. വയനാട്ടിലെ ബത്തേരിക്കടുത്ത് മലങ്കര എന്ന ഗ്രാമത്തിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുന്ന കവിയുടെ ദൃശ്യത്തിലാണ് കവിത ആരംഭിക്കുന്നത്. ഗ്രാമങ്ങളിൽ പോലും നെൽപ്പാടങ്ങൾ അന്യമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ പച്ചപ്പിൻ്റെ കാഴ്ച സമ്മാനിച്ച നിർവൃതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു. പോത്തുപൂട്ടുന്ന കുറുമർ, കാക്കകൾ, കൊക്കുകൾ തുടങ്ങിയ ദൃശ്യഗന്ധാനുഭവങ്ങൾ എല്ലാം കവിഭാവനയെ പ്രചോദിപ്പിക്കുന്നു. പ്രകൃതി എക്കാലത്തും ഏതു കാലത്തും ഉള്ളിലുള്ള ഒരു കവിയെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നാളുകൾക്ക് ശേഷം അത്തരമൊരു പച്ചപ്പ് കണ്ടപ്പോൾ കവിയുടെ ഉള്ളിലുള്ള ആ കവിയും ഉണർന്നു എന്നാണ് പറയുന്നത്. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കയല്ലേ മലനാട്ടുമണ്ണ്. ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ. ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു. വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയാണ് മലനാട് എന്ന് പറയുമ്പോൾ മനയോല എന്നത് കഥകളിയിലെ പച്ചവേഷത്തിന് വേണ്ടി അതിലെ കലാകാരന്മാർ ആ വേഷമിടാനായിട്ട് മലർന്നു കിടക്കുകയാണ് ചെയ്യുക. ചില സമയങ്ങളിൽ അവർ ചെറിയൊരു മയക്കത്തിലേക്കും പോകും. രാത്രികാലങ്ങളിലാണല്ലോ കഥകളി പോലെയുള്ള കലകളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ ചെറിയൊരു വിശ്രമവുമാവും അതോടൊപ്പം അവരുടെ മുഖത്തുള്ള ആ ഒരു ഒരുക്കങ്ങളും പൂർത്തിയാകും. മനയോല എന്നത് ഒരു തരം ചുവന്ന ചായമാണ്. പൊതുവെ കഥകളിയുടെ മുഖാലങ്കാരത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള മനയോല തേക്കാനായി മലർന്നു കിടക്കുന്നു ഇവിടെ മലനാട്ടുമണ്ണ് എന്നാണ് പറയുന്നത്.
കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും അതുപോലെ സംസ്കാരത്തെയും മനോഹരമായിട്ട് ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു. അതായത് കഥകളിയിലെ പച്ചവേഷം ചുട്ടികുത്താനായിട്ട് കാത്തുകിടക്കുന്നത് പോലെ ആകാശവും നോക്കി മലയാളക്കരയുടെ പച്ചപ്പ് മലർന്നു കിടക്കുന്നതായി കവി സങ്കല്പിക്കുകയാണ്. തൻ്റെ കാവ്യഭാവനയോടൊപ്പം തന്നെ പുതിയ കാലത്തിൻ്റെ ഡിജിറ്റൽ ഭ്രമത്തിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞ പാടത്തിൻ്റെയും അതിമനോഹരമായ പ്രകൃതിയുടെയും ദൃശ്യങ്ങൾ അദ്ദേഹം ഉടൻ തന്നെ ഫോൺ ക്യാമറയിൽ പകർത്തുന്നു. സർഗാത്മകതയെ തൂലികയിലൂടെ അടയാളപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഇന്നിൻ്റെ, അതായത് സമകാലിക സമൂഹത്തെ ആക്ഷേപഹാസ്യ രൂപത്തിൽ കവി ഇവിടെ അവതരിപ്പിക്കുകയാണ്. പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ എന്നത് വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ വരികളിൽ നിന്ന് കടം കൊണ്ടിരിക്കുകയാണ്. വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കൃതിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: വാളല്ലൻ സമരായുധം ഝണഝണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാളു വിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ. ആ വരികളുടെ പാരഡി എന്ന രീതിയിലാണ് അദ്ദേഹം പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ എന്ന് എഴുതിയിരിക്കുന്നത്. കരവാളു വിറ്റ് മണിപ്പൊൻവീണ വാങ്ങിച്ച കവി പാരമ്പര്യത്തിൽ നിന്നും പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണു വാങ്ങിച്ചു ഞാൻ എന്ന പാരഡിയിലൂടെ പുതിയ കാലത്തിൻ്റെ പ്രവണതകളെ അതിനിശിതമായി പരിഹസിക്കുകയാണ് ഇവിടെ കവി. പൊൻതൂലിക വിറ്റ് വാങ്ങിച്ച ഫോണിൽ ക്ലിക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ ആ ചിത്രം, ആ പ്രകൃതി ഭംഗിയുള്ള ആ കാഴ്ചകളെ അദ്ദേഹം ഫോണിൽ പകർത്തുന്നു, ആ ചിത്രം അപ്ലോഡ് ചെയ്യുന്നു. ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. അതോടുകൂടി ചാറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ വരാൻ തുടങ്ങി. നവമാധ്യമങ്ങളുടെ മാന്ത്രിക ലോകത്തിൽ അഭിനയിക്കുന്ന സമകാലിക സമൂഹത്തിൻ്റെ നേർചിത്രമാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത്. ചിത്രം അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ തിരുതകൃതിയായി വരുന്ന കമൻറ്റുകൾ ചാറ്റൽ മഴയായി ചുറ്റും നിറയുന്നു. ഹാ വയനാട്, ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി, ഈ ചിത്രം സാക്ഷി. അകലെ എവിടെയോ ഇരുന്ന് ഗ്രാമജീവിതത്തെക്കുറിച്ചുള്ള ഗൃഹാതുരതയിൽ മുഴുകി അഭിപ്രായങ്ങൾ കുറിക്കുകയാണ് പലരും. വയനാടൻ പച്ചപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും പ്രതിസന്ധികളിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാത്ത കർഷകർ ഇവിടെയുണ്ട് എന്നതിൻ്റെയും സാക്ഷിയാണ് ഈ ചിത്രം എന്നവർ പ്രഖ്യാപിക്കുന്നു. മാഷേ, നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും, നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം, മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം. ഒടുവിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: അവശേഷിച്ച ഈ പച്ചപ്പിനെ എങ്കിലും സ്വന്തമാക്കണമെന്ന് അവരുടെ വാക്കുകളിലെ അല്ലെങ്കിൽ ആ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ പച്ചപ്പുള്ള സ്ഥലം നോക്കി വരാന്തയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഈ അവസാനത്തെ പച്ചപ്പ് സ്വന്തമാക്കാൻ എത്ര കൊടുക്കണം എന്നവർ ചോദിക്കുന്നു കവിയോട്. നമ്മുടെ കപട പാരിസ്ഥിതിക ബോധവും പ്രകൃതി സ്നേഹവും മണ്ണിനെ കച്ചവട വസ്തുവാക്കാനുള്ള പ്രവണതയുമാണ് ഇവിടെ മുഖം മൂടി മാറ്റി പുറത്തേക്ക് വരുന്നത്. പച്ചപ്പ് കൈപ്പറ്റാൻ എത്ര കൊടുക്കണം എന്ന ചോദ്യത്തിൽ പണം കൊടുത്ത് എന്തും നേടാനാകുമെന്ന പുതിയ കാഴ്ചപ്പാടാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്, ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ, ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു. പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര GB? ഇപ്പോൾ കവി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അനേകരാണ്. ആ ഒരു പ്രഖ്യാപനം സ്വത്വബോധങ്ങളുടെയും അനുഭവങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ബഹുത്വത്തെ, വിപുലതയാണ് സൂചിപ്പിക്കുന്നത്. ഈ മലങ്കര എന്ന കൊച്ചു ഗ്രാമം 7 വൻകരയാണ് എന്ന പരാമർശം ഡിജിറ്റൽ ലോകത്തിൻ്റെ ആഗോള വ്യാപ്തിയെയാണ് അടയാളപ്പെടുത്തുന്നത്. ലോകം ഒരു ആഗോള ഗ്രാമമായി തീരുകയാണ്. കവി ഇപ്പോൾ ഇരിക്കുന്ന ബത്തേരി മലങ്കരയിലെ വീട്ടുവരാന്ത ലോകത്തിൻ്റെ ഏതു ഭാഗത്തും, അതായത് അത് ഷാർജയിലോ ജിദ്ദയിലോ സിംഗപ്പൂരിലോ
എവിടെ വേണമെങ്കിലും ആവാം എന്ന് പറയുന്നു. കവി മനുഷ്യനെ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തിയായി അവതരിപ്പിക്കുന്നു കാവ്യാവസാനത്തിൽ. അവതാരമൂർത്തിയുടെ ഈ ചോദ്യം പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുടെയും ആകെ എത്ര ജീവിയിൽ ഒതുക്കാനാകുമെന്ന ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ്റെ ചിന്തയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ അന്വേഷണം യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ചൈതന്യത്തെയോ പരസ്പര ബന്ധത്തെയോ മൂല്യത്തെയോ അന്വേഷിക്കുന്നതിന് പകരം കച്ചവട മുതലായി മാത്രം കാണാനുള്ള ശ്രമമാണ്. കവിതയുടെ സ്വരം ഇവിടെ എത്തുമ്പോൾ കൂടുതൽ ധ്വന്യാത്മകവും ദാർശനികവുമായി തീരുന്നത് കാണാം. ഇനി നമുക്ക് കവിതയുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. ബത്തേരിക്കടുത്ത് മലങ്കര എന്ന ഗ്രാമത്തിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാണ് കവി. ഗ്രാമങ്ങളിൽ പോലും നെൽപ്പാടങ്ങൾ അന്യമായി തീരുന്ന ഈ കാലത്ത് പച്ചപ്പിൻ്റെ കാഴ്ച സമ്മാനിച്ച നിർവൃതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചാറ്റൽ മഴയും മലനാട്ടുമണ്ണിൻ്റെ മനയോല തേച്ച മുഖവും കവി മനസ്സിനെ ഉണർത്തി. ഉടൻ തന്നെ അദ്ദേഹം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. വളരെ വേഗം തന്നെ അനേകരുടെ കമൻറ്റുകൾ, വികാരപ്രകടനങ്ങൾ എന്നിവ കൊണ്ട് ചാറ്റ് ബോക്സ് നിറഞ്ഞു. കവി നിമിഷനേരം കൊണ്ട് ആഗോള പൗരനായി മാറി. ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്നുമുള്ള മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന കാലമാണിത്. തത്സമയ പ്രകടനങ്ങളിലൂടെ താൻ പലതാകുന്നതും പലരാകുന്നതും പല ദേശങ്ങൾ തൻ്റേതാകുന്നതും ആഗോള ഗ്രാമകാലത്തിൻ്റെ പ്രത്യേകതയാണ്. സാങ്കേതിക വിദ്യയുടെ കാലത്ത് ദേശാതിർത്തികൾ മാഞ്ഞു പോവുകയും ലോകം ഒരു ഗ്രാമമായി മാറുകയും ചെയ്യുന്നു. ബത്തേരിയിലെ മലങ്കര ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്നും കാണാനും ആസ്വദിക്കാനും സാധ്യമാകുന്നു. അടുത്ത ചോദ്യം: ക്യാമറ തുടരെ ക്ലിക്കി, പൊൻതൂലിക വിറ്റു, കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തുക. പൊൻതൂലിക സൃഷ്ടിയുടെ, എഴുത്തിൻ്റെ പ്രതീകമാണ്. വാളല്ലൻ സമരായുധം, ഝണ ധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ, കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. സർഗസംഗീതം വയലാർ രാമവർമ്മ. എഴുത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ വരികളിൽ വയലാർ പാടുന്നത്. തൻ്റെ സമരായുധം വാളല്ല, പോരാട്ടത്തിന് ആയുധങ്ങൾ വേണ്ട, കലയും സംഗീതവുമാണ് പോരാട്ടത്തിൻ്റെ വലിയ ശക്തി. സമൂഹത്തെ മാറ്റാൻ വാളിൻ്റെ ഭീഷണി വേണ്ട, കലയുടെ ശക്തിയും സംഗീതത്തിൻ്റെ സ്നേഹസന്ദേശവും മതിയെന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. പുതിയ കാലത്ത് ഈ കാഴ്ചപ്പാടിൽ വന്ന മാറ്റത്തെ പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ എന്നാണ് പി രാമചന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞൊടിയിടയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ തിരുതകൃതിയായി കമൻറ്റുകൾ വന്നു എന്നും കവി പറയുന്നു. ക്ഷണികതയും വേഗതയും ചിന്താപരമായ സൃഷ്ടിക്ക് സമയം നൽകാതെ ഉടനെ പ്രതികരണം തേടുന്ന ഒരു സംസ്കാരം ഇവിടെ കാണാം. കമൻറ്റുകൾ, ലൈക്കുകൾ എന്നിവയിലൂടെ ലഭിക്കുന്ന അംഗീകാരം ജീവിതത്തിലെ മുഖ്യ പ്രചോദനമായി മാറിയിരിക്കുന്നു. ഫോട്ടോ പങ്കുവച്ചും ഹാഷ്ടാഗുകൾ ഉണ്ടാക്കിയും നമ്മൾ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന് നടിക്കുന്നു. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ചില തുരുത്തുകൾ സ്വന്തമാക്കിയാൽ അത് പ്രകൃതി സംരക്ഷണമായി എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. താൽക്കാലികമായ ഇത്തരം ഇടപെടലുകളുടെ വ്യാജനിർമ്മിതിയെ ഇവിടെ കവി പരിഹസിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: മനയോല തേച്ചു മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കയല്ലേ മലനാട്ടുമണ്ണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമാക്കിയിട്ടുണ്ട്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഞാറുപതിച്ചതിൻ്റെ പച്ചപ്പും ചാറ്റൽ മഴയും ചേറും കന്നുപൂട്ടലും എല്ലാം കവി മനസ്സിനെ ഉണർത്തുന്നു. കേരളീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായി മറ്റു നാടുകളിലേക്ക് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു അടയാള രൂപമാണ് കഥകളി മുഖം. മനയോല എന്നത് കഥകളി വേഷങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചുവപ്പു നിറമുള്ള ഒരു ചായമാണ്. കൃഷിക്കായി ഉഴുതുമറിച്ചിട്ട പാടത്തിൻ്റെ കാഴ്ചയെ
പരിചിതമായ സാംസ്കാരിക കലാരൂപത്തിൻ്റെ മുഖരൂപവുമായി ബന്ധിപ്പിക്കുകയാണ് കവിമനസ്സ്. പ്രകൃതിയെയും സംസ്കാരത്തെയും ബന്ധിപ്പിക്കുന്നതിൻ്റെ മനോഹാരിത ഈ വരികളെ കൂടുതൽ ആകർഷകമാക്കുന്നു. അടുത്ത ചോദ്യം, നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റു വരും? ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ? കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക. മൊബൈൽ ഫോണും നവമാധ്യമങ്ങളും ലോകത്തിൻ്റെ എവിടെയുമുള്ള മനുഷ്യരെ നിമിഷ നേരത്തിനുള്ളിൽ അടുപ്പിക്കുന്നു. ഫോട്ടോസ് അപ്ലോഡ് ചെയ്തതോടുകൂടി കമൻറ്റുകളും വികാരപ്രകടനങ്ങളുമായി ചാറ്റ് ബോക്സ് നിറയുന്നു. പച്ചപ്പും മണ്ണും നശിച്ചുപോയി എന്ന ആകുലതകളെ മറികടക്കാനെന്നോണം ഒന്നും നശിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയുകയും പ്രതിസന്ധികളിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാത്ത കർഷകർ ഇവിടെയുണ്ട് എന്നും നശിക്കാത്ത ചെറിയൊരു തുണ്ട് ഭൂമി തനിക്കായി വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്തു വില കൊടുത്തും ലൈക്കും കമൻറ്റുകളും ഷെയറുകളും കിട്ടുന്ന സൗന്ദര്യങ്ങളെ സ്വന്തമാക്കാനുള്ള വെപ്രാളം ഇവിടെ കാണാം. മലകളെയും മരങ്ങളെയും ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ കുറുമരെയും കുറിച്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാകെ എത്ര GB എന്ന് ചോദിക്കുമ്പോൾ മണ്ണിനെ അളന്നെടുക്കും പോലെ മനുഷ്യരെയും അളന്നെടുക്കുന്ന പുതുകാലത്തിൻ്റെ പ്രവണത നിഴലിക്കുന്നു. മനുഷ്യൻ മണ്ണിനെ വിലയിട്ട് സ്വന്തമാക്കുമ്പോൾ ഒരു നൊടി കൊണ്ട് ശൃംഖലാബദ്ധമായ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അനന്തമായ സ്ഥലരാശിയിലെ നിസ്സാരമായ കണികയായി അത് മനുഷ്യനെ സ്വന്തമാക്കുന്നു. ഇനി ഒടുവിലത്തെ ചോദ്യം, പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. ഗ്രാമങ്ങളെല്ലാം അതിവേഗം നഗരങ്ങളും മെട്രോ നഗരങ്ങളുമായി തീരുന്ന ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ PP രാമചന്ദ്രൻ ഐറണിയിലൂടെ ആവിഷ്കരിക്കുന്നു. പ്രകൃതി സ്നേഹം ഒരു പ്രകടനപരതയായി അഥവാ ലൈക്കും കമൻറ്റും ഷെയറും നേടാനുള്ള ഒരു പ്രകടനാവിഷ്കാരമായി മാറിയിരിക്കുന്ന കാലത്തിൻ്റെ വിചിത്രതയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത്. കവിതയുടെ ആരംഭത്തിൽ കവി സുഹൃത്തിൻ്റെ വാടക വീട്ടിലിരുന്ന് പ്രകൃതിയെ ആസ്വദിക്കുന്നു. ചാറ്റൽ മഴയുടെയും മലമണ്ണിൻ്റെയും ഗന്ധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഉണർത്തുന്നു. എന്നാൽ ആ നിമിഷത്തിൻ്റെ ആത്മീയതയും സത്യസന്ധതയും സോഷ്യൽ മീഡിയയുടെ സ്ക്രീനിൽ കുടുങ്ങിപ്പോകുന്നു. പച്ചപ്പിനെയും മണ്ണിനെയും കാണുമ്പോഴുള്ള ആസ്വാദനം ഫോട്ടോ അപ്ലോഡിലേക്കും ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്ന വെർച്വൽ പ്രകടനങ്ങളിലേക്കും വഴിമാറുന്നു. ഇവിടെ കവി സൂക്ഷ്മമായി ചോദിക്കുന്നു, ഇന്നത്തെ മനുഷ്യൻ പ്രകൃതിയെ അനുഭവിക്കുന്നുവോ അതോ പ്രകടിപ്പിക്കുക മാത്രമാണോ? പച്ചപ്പും മണ്ണും നശിച്ചുപോയെന്ന ആകുലതയുള്ള സമൂഹം പോലും അതിനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാതെ ആ ആകുലത ഫേസ്ബുക്ക് പോസ്റ്റുകളായി മാറ്റുകയാണ്. സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ പ്രകടനങ്ങളിലേക്കാണ് മാറുന്നത്. മണ്ണിനെ അളന്നെടുക്കും പോലെ മനുഷ്യരെയും അളന്നെടുക്കുന്ന പുതുകാലത്തിൻ്റെ പ്രവണത എന്ന കവിയുടെ നിരീക്ഷണം ഏറെ ഗൗരവതരമാണ്. ഭൂമിയെ വിലയിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ തന്നെ ഡിജിറ്റൽ ലോകം സ്വന്തമാക്കുന്നു. ഇതാണ് ആധുനിക ജീവിതത്തിൻ്റെ പരിഹാസാത്മക സത്യാവസ്ഥ. പ്രകൃതിയെ അടിമയാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ടെക്നോളജിയുടെ അടിമയാകുന്നു. കവിതയുടെ ഭാഷ ഗാഢമായ ദാർശനികതയും സമകാലികതയുമാണ്. മണ്ണ്, പച്ചപ്പ്, ചാറ്റൽ മഴ എന്നീ ചിഹ്നങ്ങൾ പ്രകൃതിയുടെ ജീവചൈതന്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നീ പദങ്ങൾ പുതിയ കാലത്തിൻ്റെ പ്രകടനാധിഷ്ഠിത സംസ്കാരത്തെ വെളിവാക്കുന്നു. ഈ കവിത പരിസ്ഥിതി സ്നേഹത്തിൻ്റെ നിഷ്ഠൂരമായ വ്യാപാരവൽക്കരണത്തിനെതിരായ ഒരു ശക്തമായ പ്രതിഷേധമാണ്. പ്രകൃതിയോട് ആത്മബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ സോഷ്യൽ മീഡിയയിലെ കൃത്രിമ ലോകത്തിൽ തന്നെ സ്വയം വിറ്റഴിക്കുന്നു. കവി ഇവിടെ വെറും പ്രകൃതി പ്രേമിയെയല്ല, മറിച്ച് ആധുനികതയുടെ അടിമത്തം തിരിച്ചറിയുന്ന ബോധമുള്ള വിമർശകനാണ്. കാവ്യഭാഗത്തിൻ്റെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.